ഇത് നമ്മളുടെ നാടിൻ്റെ ചിരകാലാഭിലാഷം. മുഴപ്പിലങ്ങാട് മുതൽ തലശ്ശേരി, മാഹി ഏരിയ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി 45 വർഷം മുമ്പേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പ്ലാൻ ചെയ്ത 1543 കോടി രൂപ ചെലവഴിച്ചിട്ട് 500 കിലോമീറ്റർ ദൂരത്തിൽ മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ വടകര 1 മണിക്കൂറിലധികം സമയമെടുക്കുന്ന സ്ഥലങ്ങൾ നമുക്കിപ്പോൾ വിത്തിൻ 15 to 20 മിനിറ്റ്സിൽ നമുക്ക് ഈസിലി വി ക്യാൻ റീച്ച്. നിമിഷങ്ങൾക്കകം കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കാലഘട്ടങ്ങൾക്ക് മുമ്പേ നമ്മുടെ നേതാക്കന്മാർ ചിന്തിച്ചത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ ബൈപ്പാസിൻ്റെ ഓർമ്മകളിലൂടെ പോകുമ്പോൾ ക്ലാമുത്തു എന്ന നമ്മളെ സ്ഥവയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഒരു വികസനം വരും, കുറേ നഷ്ടങ്ങളെല്ലാം നമുക്ക് സഹിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായി ഹൃദയത്തോട് ചേർത്ത് വെത്ത വീട് നഷ്ടപ്പെട്ട വേദന എന്തായിരുന്നു. ഒരു വീട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമമായിരിക്കും. ഒരു ദീർഘകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് ചുരുക്കി ഒന്ന് വിവരിക്കാമോ മിസ്റ്റർ മുത്തു? നമ്മൾ വികസനത്തിന് പിറകോട്ടല്ല, വികസനം വരട്ടെന്നുള്ള ചിന്താഗതി. എൻ്റെ വീട് സ്ഥലമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിന്. അല്ലാതെ അന്ന് അക്കാലത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ വീട് സ്ഥലം പോകുന്നത് എനിക്ക് വേറെ വീട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ടായിരുന്നു. 47 വർഷം തുടങ്ങിക്കിടന്നു. ഇപ്പോൾ 2018 ഞങ്ങൾക്ക് ക്യാഷ് കിട്ടിയത്. നാട്ടിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് അതിനെ കണ്ട അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആത്മഹത്യ നടന്നിരുന്നല്ലോ ആ ഒരു 45 വർഷം മുമ്പേ. ഒരുപാട് ആൾക്കാർ മരിച്ചിരുന്നു. നമ്മൾ ആകെയുള്ള വീടാണ്. ആ വീട് വികസനം വേണ്ടി പൊളിക്കുന്നല്ലോ. ടെൻഷൻ അടിച്ച് മരിച്ച ആൾക്കാർ ഒരുപാടുണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊക്കെ മരണപ്പെട്ട അങ്ങനെ ശംഖുമാഷിൻ്റെ ശംഖുമാഷ് അയാൾ പുതിയ വീടെടുത്ത് പിറ്റത്തെ ആഴ്ചയാണ് ആള് നെറ്റ്വർക്ക് വരുന്നത്. അയ്യോ, അപ്പോൾ അന്ന് വീട് നഷ്ടപ്പെട്ടു. അയാൾ അറ്റാക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ഒരു വേദനാജനകമായ ഒരു അനുഭവം. ഇതിന്റെ വീട്ടിൽ പ്രവർത്തിച്ച ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. കണ്ണിപ്പുൽ ബാബു പാവം, അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉണ്ടായില്ല. നല്ല ഒരുപാട് പ്രയത്നം ചെയ്താണ് ബാബു. കണ്ണിപ്പോയിൽ ബാബു എന്ന് പറയുന്ന പള്ളൂര് പാറാല് ദേശങ്ങളിൽ രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവർക്കും എല്ലാ സഹായമായി സമരങ്ങൾ ഒരുപാട് സമരം. ഇപ്പോൾ ഒരുപാട് ആൾക്ക് ഒടിവിച്ച് നടക്കുന്നു. ഫോട്ടോ കാണുന്ന ആൾ പോലും അന്ന് തീരാത്ത ആളാണ് ഈ ജഡ്ജിനുണ്ടാവുന്നത്. ഓക്കെ, ഫോട്ടോ വെച്ചിട്ടാണ് ഇന്ന് പ്രചരണം നടത്തിയത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയമായ മുതലെടുപ്പല്ലോ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ടേ. നമ്മൾ നാട്ടിലൊരു വികസനം ബാബുക്ക് നന്നായിട്ട് ഈ നാട്ടില് പള്ളൂര് ഈ ഭാഗങ്ങളില് ഈ ബൈപ്പാസിന് വേണ്ടി മാഹിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലെ അവകാശങ്ങളെല്ലാം വാങ്ങി തന്നത് സമരരംഗത്ത് ഉണ്ടായിരുന്നത്. ഈസ് നോ മോർ. ആള് ഇപ്പോ ജീവനോടെ ഇല്ല. നാട്ടിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തെ. ഈ തരുണത്തിൽ നമുക്കൊന്ന് അനുസ്മരിക്കാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു 1000 പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. നല്ലൊരു നാടേ ഞങ്ങൾക്കായി തന്നു പോയവരേ, അവിടെയാണ് എൻ്റെ സ്ഥലം വരുന്നത്. എൻ്റെ വീട് സ്ഥലം അവിടെ വരുന്നത്. കാറ് വരുന്നതൊക്കെ എൻ്റെ വീട് സ്ഥലം വരുന്നത്. ഓക്കെ, അപ്പോൾ വീട് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമൊന്നും കാണുന്നില്ല, സന്തോഷം. ഇപ്പം നല്ലൊരു വീട് എത്തില്ലേ വീടൊക്കെ. പക്ഷേ 45 വർഷം മുമ്പേ ഇത്തിക്കര പക്കീൻ്റെ കഥ പറയുന്ന പോലെ അത് ചെറുതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടെൻഷൻ അടിക്കാനൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല. ദുരിതം അനുഭവിച്ച മുത്തു ഇതിലൂടെ പണക്കാരനായി നല്ല ജനങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ സ്ഥലമല്ലേ, നമുക്കിപ്പോൾ 20 lakhs ആണ് ചോദിക്കുന്നത്. 5 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയത്. 40 സെൻറ്റായിട്ട് പോയിരുന്നു. ആകെ 5 ലക്ഷം കിട്ടിയുള്ളൂ. അല്ലല്ല, അന്നത്തെ കാലഘട്ടത്തിൽ നല്ല റേറ്റ് ആയിരുന്നില്ലേ ഗവൺമെന്റ് തന്നത്? അല്ല, പറയാൻ കാരണം എന്ന് പറഞ്ഞാല് പിന്നെ എൻ്റെ മകളെ കല്യാണ സമയത്ത് ഒരു ഓടി എടുത്ത് വന്നിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം, എൻ്റെ ഡ്രീം കം ട്രൂ. ഈ ഒരു ഹൈവേയിലൂടെയാണ് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടായത്. അതെ അതെ. This is the time for prayer. So thank you Mr. Muthu for your valuable time. Thank you. All right, thank you. പള്ളൂര് പാറാലിൽ നിന്നും ബൈപ്പാസിലേക്ക് കയറി വരുന്ന സഹോദരിയാണ്. എന്താ താങ്കളുടെ പേര്? ഷൈനി. അപ്പോൾ ഷൈനിങ് മൂഡിലാണുള്ളത്. നമ്മളെ ബൈപ്പാസ് ഓപ്പൺ ചെയ്ത ദിവസമാണ്. എന്താണ് ഈ ബൈപ്പാസിനെ കുറിച്ച് ഓർമ്മകളിൽ നിന്ന് പറയാനുള്ളത്? എവിടെയാ വീട് വരുന്നത്? ഒളവിലും. അപ്പോൾ ഇതിലൂടെ കയറി അങ്ങ് ഇറങ്ങും. അപ്പോൾ പെട്ടെന്ന് എത്തും. ആ സൗകര്യം. ആദ്യം കുറേ ബുദ്ധിമുട്ടിയിട്ട് ചൊക്ലി വയ്യെല്ലാം പോകണമായിരുന്നു. ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് ഇവിടെ കയറുമ്പോൾ ട്രോൾ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ട്രോളൊന്നുമില്ല, ഫ്രീ ആണ്. നാട്ടുകാർക്ക് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ വരാം. എന്തോ ഒരു പിന്നെ എന്താ പറയുക, സീസൺ കാർഡ് മാതിരി എന്തോ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയില്ലേ? കുറച്ച് അങ്ങോട്ടായിരിക്കും. ഓക്കെ.
അപ്പോൾ എന്തായാലും സന്തോഷം അല്ലേ, ഹാപ്പി അല്ലേ? കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിയല്ലേ. ഹാപ്പിയാണ്. ഓൾറെഡി വിദേശത്ത് പോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇത് ഈ റോഡിൽ കയറിയിട്ട് പോകുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു ഫീലിംഗ്. ഏതോ ഒരു സ്ഥലത്ത് കൂടെ പോകുന്ന പോലെ ഉണ്ടാവും. അതെ 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 അതെ. നമ്മളെ നാടൊന്നും നാടൊന്നുമല്ല, പക്ഷേ നമ്മളെ നാടാണ്, നാട് മാറി. അതാണ്. ഓൾ റൈറ്റ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.